ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ റീഡിങ്ങിൽ എന്താണ് മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഹെർമിറ്റ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി 3 of Pentacles. നിങ്ങളുടെ രണ്ടാളുടെയും മ്യൂച്വൽ കറണ്ട് സിറ്റുവേഷൻ 5 of Cups. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് Queen of Wands. നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈറോഫാന്റ്. നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് 4 of Swords. നിങ്ങളുടെ പേഴ്സന്റെ ഇന്റൻഷൻ 7 of Wands. നിങ്ങളുടെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? ടെമ്പറൻസ്. നിങ്ങളുടെ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻസ് ചാരിയറ്റ്. അപ്പോൾ ടോറസ്, ഇവിടെ ഞാൻ കാണുന്നത് ഹെർമിറ്റ്. ഇതൊരു സെപ്പറേഷൻ്റെ എനർജിയാണ്. ഇതൊരു ബ്രേക്കിൻ്റെ എനർജിയാണ്. നിങ്ങളും ഈ പേഴ്സൺ ഈ സമയത്ത് സെപ്പറേറ്റഡ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. ഹെർമിറ്റ് വെർഗോ എനർജിയാണ്. ഈ പേഴ്സന്റെ എനർജി 3 of Pentacles ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ വഴിയുണ്ട്. നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്യാം. ഈ ഹെർമിറ്റ് എന്താണ് ഇവിടെ? സൺ, ലിയോ എനർജി, 7 of Pentacles. ഈ പേഴ്സന്റെ എനർജിയിൽ 3 of Pentacles എന്താണ്? എംപറർ, കിങ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നത് നിങ്ങളൊരു ബ്രേക്ക് ആണ് എടുക്കണേ. ഈ പേഴ്സണിന്റെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ബ്രേക്ക് എടുത്തിരിക്കണു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി ഇല്ലാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നില്ല. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്. 7 of Pentacles ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൃതി ഒന്നുമില്ല. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ ക്ലാരിറ്റി വരുമ്പോഴേ ഡിസിഷൻ എടുക്കുള്ളൂ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഈ പേഴ്സന്റെ എനർജിയിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ഒരു എംപറർ എനർജി കാണാണ്ട്. നിങ്ങൾ രണ്ടാളും സെയിം ഓർഗനൈസേഷനിലോ ഓഫീസിലോ ആണ് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ കമ്പനി റൂൾസ് അങ്ങനെ ആയിരിക്കും. പറഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു റൂൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ റിലേഷൻഷിപ്പ് അലൗഡ് അല്ല. അങ്ങനത്തെ ചില കമ്പനീസ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു റൂൾസ് ഉള്ളത് കമ്പനീസ് ഉണ്ട്. അതല്ല വെച്ചാൽ മേ ബി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. ഒരു ഏരീസ് ആണ് ഞാൻ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങളുടെ കരിയർ ബിസി ആയിരിക്കും. അതുകൊണ്ട് ഈ പേഴ്സന്റെ കരിയർ ഇല്ല വെച്ചാൽ നിങ്ങളുടെ കരിയർ ബിസി ടൈമാണ്. അതുകൊണ്ടും ഒരു സെപ്പറേഷൻ ആവാം. എന്തായാലും ഇവിടെ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ 5 of Cups ആണ്. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിട്ടും ഇവിടെ കുറെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യണു, നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യണു. പക്ഷെ ഇവിടെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടാൾക്കും റിഗ്രറ്റ്സ് ഉണ്ട് പാസ്റ്റിനെ കുറിച്ച്. പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ അതിനെ കുറിച്ച് റിഗ്രറ്റ് ഉണ്ട്. ഫൂൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. ആൻഡ് 10 of Cups. അപ്പൊ നിങ്ങൾ രണ്ടാൾക്കും റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. ഓക്കെ, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്ത് റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടാളും ഇപ്പൊ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഒരു റീകൺസിലിയേഷന്റെ ചാൻസ് ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് വോൺസ് ആണ്. അപ്പൊ ഈ പേഴ്സൺ ഫയർ സൈൻ ആവാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ കുറെ റെസ്പെക്ട് ചെയ്യണു. അവർ കുറെ ഒരു പാഷനറ്റ് എനർജിയാണ് അവരുടെ. അപ്പൊ അതിനെ അവർക്ക് എന്താ വേണ്ട വെച്ചാൽ അവർ പറഞ്ഞ ഒരു
കുറെ ഡിറ്റർമിനേഷന്റെ കൂടെയാണ് അവർ എല്ലാം കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ അതിന്റെ കുറച്ചൊരു നിങ്ങൾ ഈ പേഴ്സണെ കുറെ അഡ്മയർ ചെയ്യുന്നുണ്ട്, അവരുടെ ഈ പാഷനും അവരുടെ ഈ വേ ഓഫ് ലൈഫും ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് അവിടെ കുറച്ചൊരു നിങ്ങൾ ഈ പേഴ്സണെ അതുകൊണ്ട് കുറെ ഒരു അഡ്മിറേഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇവർക്ക് വേണ്ടിയിട്ട്. ഈ പേഴ്സൺ നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട് അവര്. അതുമാത്രമല്ല അവരെ നിങ്ങളെ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പറഞ്ഞ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെച്ചാ അവർക്ക് അറിയാം അത് നിങ്ങൾ മാരീഡ് ആണെന്ന്. അപ്പൊ ഇവിടെ ക്വീൻ ഓഫ് വോൺസ് എന്താണ്? ക്വീൻ ഓഫ് സ്വാർഡ്സ് ആൻഡ് കിങ് ഓഫ് വോൺസ്. അപ്പൊ കിങ് ഓഫ് വോൺസ്, ക്വീൻ ഓഫ് വോൺസ് ആൻഡ് ക്വീൻ ഓഫ് സോഡ്സ്. ഇവിടെ കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസ് ഒരു ഡിവൈൻ കപ്പിൾ ആണ്, ആൻഡ് ക്വീൻ ഓഫ് സോഡ്സ് ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പൊ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇപ്പൊ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ സൈഡിലാണോ അവരുടെ സൈഡിലാണോ അത് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ സമയത്ത് മേ ബി അതിന്റെ കാരണമായിരിക്കും ഇവിടെ ഒരു സെപ്പറേഷൻ ഉള്ളത്. അപ്പോ രണ്ട് സൈഡിൽ നിന്നും മാരേജ് ഉണ്ടാവും. നിങ്ങളും മാരീഡ് ആയിരിക്കാം, അവരും മാരീഡ് ആയിരിക്കാം, അങ്ങനെയും ആവാം. എന്ന് വെച്ചാൽ ഇപ്പൊ ക്വീൻ ഓഫ് സോഡ്സ് കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് വോൺസ് ക്വീൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. എല്ലാം ഒരു ഡിവൈൻ മാച്ച് ആണ്. ഓക്കെ, അപ്പോ എന്തായാലും ഇവിടെ ഹൈറോഫാണ്ട് എന്താണ് ഇവരുടെ കറന്റ് ഫീലിങ്സിൽ. അപ്പൊ ഇവർ കുറെ സ്ട്രെസ്ഡ് ആണ് ഈ സമയത്ത്. ഓക്കെ, അവർക്ക് കുറെ സ്ട്രെസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പില്. എന്താ മുമ്പോട്ട് എങ്ങനെയാ പോവണ്ടേ, എന്താ വേണ്ടേ, അവരുടെ വർക്ക്, നിങ്ങളുടെ വർക്ക് എല്ലാം ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് ഈ പേഴ്സണ് വേണ്ടിയിട്ട് ഈ സമയത്ത്. നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറച്ച് നിങ്ങൾക്ക് ഇതിനെ ഹീൽ ചെയ്യണം എന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയം കുറച്ച് ഒരു സെപ്പറേഷൻ ഉണ്ടായാലും വേണ്ട, പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ വേയിൽ ഹീൽ ചെയ്തിട്ട് കുറച്ച് സ്പേസ് വേണം എന്നുണ്ട്. ആ സ്പേസ് കിട്ടിയ കഴിഞ്ഞ് നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞ് ഈ പേഴ്സന്റെ കൂടെ ആദ്യം റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. ഈ പേഴ്സന്റെ എനർജിയും അവർ ഗിവ് അപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവർക്കും ഈ റിലേഷൻഷിപ്പിൽ ചാലഞ്ചസ് കാണുന്നുണ്ട് അവർ, പക്ഷെ അവർ റെഡിയാണ് ഫൈറ്റ് ചെയ്യാൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഫോർ ഓഫ് സോർഡ്സ് ഇവിടെ എന്താണ്? വേൾഡ്. നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ നിങ്ങളുടെ മാരേജിലും വലിയ ചേഞ്ചസ് നടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഹോപ്പ് എന്താ വെച്ചാൽ ഈ സമയം നിങ്ങൾ സെപ്പറേറ്റഡ് ആയാലും ഫ്യൂച്ചറിൽ എവിടെയോ നിങ്ങൾക്ക് റീകൺസൈൽ ചെയ്യാം. അതാണ് നിങ്ങളുടെ ഹോപ്പ് ആൻഡ് അതാണ് നിങ്ങളുടെ ഇന്റൻഷൻ. ഈ പേഴ്സന്റെ ഇന്റൻഷൻസിൽ 7 ഓഫ് വോൺസ് ആണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ ഗിവ് അപ്പ് ചെയ്യണം എന്നില്ല. അവർക്ക് വെയിറ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. എത്രയും സമയം എടുത്താലും കുഴപ്പമില്ല, പക്ഷെ അവരും വെയിറ്റ് ചെയ്തിട്ട് ശരിയായ സമയത്ത് ഒരു റീകൺസൈൽ ചെയ്യാമെന്നാണ് അവരുടെ ഇന്റൻഷൻ. നിങ്ങളുടെ ആക്ഷൻ ടെമ്പറൻസ് ആണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹീലിംഗിലാണ് ഫോക്കസ് ചെയ്യണത് ആൻഡ് കുറെ ഒരു ബാലൻസ്ഡ് വേയിലാണ് നിങ്ങൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണത്. ഈ പേഴ്സന്റെ എനർജിയിൽ ചാരിയറ്റ് അവർ ആണ് ആക്ഷൻ എടുക്കാൻ പോണത്. നിങ്ങളുടെ ഡയറക്ഷനിൽ അവരാണ് ആക്ഷൻ എടുക്കുക. അപ്പൊ ഈ ടെമ്പറൻസ് എന്താണ് ഇവിടെ? 10 ഓഫ് വോൺസ്. നിങ്ങൾ ആക്ച്വലി കുറെ ടയേർഡാണ്. വേറെ പ്രോബ്ലംസും ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, അതും നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. അപ്പൊ നിങ്ങളൊരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ്. നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല ഫ്യൂച്ചറിൽ. ആക്ഷൻ എടുക്കുന്നത് ഈ പേഴ്സൺ ആയിരിക്കും. ഈ പേഴ്സൺ ആണ് ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. ചാരിയറ്റ് ഇവിടെ 2 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ആൻഡ് സ്റ്റാർ. അപ്പൊ അവരുടെ വിഷ് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ സ്റ്റേബിലൈസ് ചെയ്യണം, ഈ റിലേഷൻഷിപ്പിൽ റീകൺസിലിയേഷൻ വേണം, അതാണ് അവരുടെ വിഷ്. അപ്പോൾ അത് ചെയ്യാൻ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഫ്യൂച്ചറിൽ. അപ്പൊ എന്താണ് ഔട്ട്കം ഇവിടെ? ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം ആൻഡ് ഫ്യൂച്ചർ എന്തായിരിക്കും? ഔട്ട്കം ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ്, നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. 5 ഓഫ് വോൺസ്. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ അത് ആദ്യം കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതാദ്യം നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വരും. ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഇംബാലൻസ് ആയി പോവും. എന്നുവെച്ചാൽ ഈ കോൺഫ്ലിക്റ്റ്, ഈ തേർഡ് പാർട്ടീനെ അഡ്രസ് ചെയ്യാണ്ട് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവില്ല.
നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു റിലേഷൻഷിപ്പ് വേണം, പക്ഷെ ഈ തേർഡ് പാർട്ടിയുടെ കൂടെ ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ടേ ഇത് മുമ്പോട്ട് പോലൂ. നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും, ആരാ ആണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പാർട്ട്ണർ നിങ്ങൾക്ക് വേണ്ടതെന്ന്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ അല്ല ആ സിറ്റുവേഷൻ ഈ പേഴ്സന്റെ ആണ് വെച്ചാൽ അവർക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വരും. ഇല്ല വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ ഒരു ഇംബാലൻസ്ഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാവുക ഫ്യൂച്ചറിലും. അപ്പോൾ എന്താണ് ഈ പേഴ്സന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? വി ബോത്ത് നോ ഐ എം നോട്ട് ദ വൺ ഫോർ യു. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിതൗട്ട് മീ. You came closer than anyone. I can't stop thinking about you. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് അക്വേരിയസ് ഉണ്ട്, അക്വേരിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. ഇതാണ് മേജർ സൈൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ്, എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.